പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. അനുതാപം എന്ന വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അനുതാപത്തിൽ എന്തൊക്കെ പാപങ്ങളാണ് നമ്മളെ പിന്തുടർന്നുകൊണ്ട് പോകുന്നത്? അനുതാപം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാപങ്ങളിൽ നിന്നാണ് നമ്മൾ പിന്തിരിയേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു വരികയാണ്. ഇന്ന് നമുക്ക് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കേൾക്കുന്ന വചനങ്ങൾ, ധ്യാനിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുവാനും ജീവിതത്തെ വിശുദ്ധിയിൽ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ പാപമാലിന്യങ്ങളും നീങ്ങിപ്പോകട്ടെ. കർത്താവെ, അങ്ങ് അരുളി ചെയ്തു, എൻ്റെ പിതാവ് നടാത്ത ചെടികളെല്ലാം വേരോടെ പിഴുതെറിയപ്പെടുമെന്ന്. കർത്താവെ, എന്നിൽ സാത്താൻ വിതച്ച എല്ലാ വിത്തുകളും അതിൻ്റെ ഫലമായി വളർന്നു വന്നിരിക്കുന്ന എല്ലാ പാപത്തിൻ്റെ ചെടികളും നാഥാ വേരോടെ പിഴുതെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. ദൈവമേ, എൻ്റെ ബലഹീനതയിൽ എനിക്ക് തക്ക തുണ നിന്നുകൊണ്ട് നീ എന്നെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ധ്യാനം ഏറെ സ്നേഹത്തോടെ മനസ്സിലാക്കുവാനും എന്നിൽ അങ്ങ് വിശുദ്ധിയുടെ അളവ് കൂട്ടുന്നുവെന്ന് മനസ്സിലാക്കി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനിടയാക്കണമേ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എഫ്രായിമിൻ്റെ അസൂയ നീങ്ങുകയും യൂദായെ പീഡിപ്പിക്കുന്നവൻ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. എഫ്രായിം യൂദായോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനെ അലട്ടുകയോ ഇല്ല. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിൽ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. നീതിയും വിശ്വസ്ത കൊണ്ടും അവൻ അരമുറുക്കുമെന്നൊക്കെ പറഞ്ഞുള്ള വാക്യങ്ങളാണ് അവിടെയൊക്കെ. 11-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം ജലം പോലെ നിറയും എന്ന് പറയുകയാണ്. ഇവിടെ എഫ്രായിമും യൂദായും സഹോദരങ്ങളാണല്ലോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇടയിൽ എന്തുണ്ടാകുകയില്ല? പീഡിപ്പിക്കലുണ്ടാകുന്നില്ല, അസൂയ പുലർത്തുന്നില്ല, അത് അലട്ട് പോലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ആ ഒരു തിരിച്ചറിവോടുകൂടി കർത്താവ് ഭരണം നടത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ യേശുക്രിസ്തു ഭരിക്കാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യം പറയുന്നു: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. ഈ വായിക്കുന്ന എല്ലാ വേദഭാഗങ്ങളും ഭക്തന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് വായിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേലുള്ള ഇതാണ് വായിക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കാത്തവരെയോ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങളല്ല. അപ്പോൾ അവരൊക്കെ ഇവിടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന, ദൈവം വിളിച്ച് വേർതിരിച്ചവരുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് കാരണമെങ്കിൽ ഇതില്ലാത്തവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോസ്തല പ്രവർത്തനം 13:45 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ടു എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് വലിയ ജനങ്ങൾ കൂടുന്നത് കണ്ടപ്പോൾ തങ്ങളുടെ അധികാരങ്ങളും തങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ പോകുമെന്ന് കണ്ട് സത്യം അന്വേഷിക്കുന്നതിന് പകരം തങ്ങൾക്ക് നഷ്ടമാകുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സത്യം എവിടെയാണോ അവിടെ നിൽക്കേണ്ടതിന് പകരം അസത്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിലും
ഞങ്ങളുടെ നഷ്ടത്തിൽ കാരണമാകുന്നവനാരോ അവനോട് എതിർക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്? അവനെ ദുഷിക്കുകയും പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും ചെയ്തു. അപ്പോൾ പ്രിയമുള്ളവരെ, യഹൂദന്മാർ ഇരട്ടിച്ച നരകയോഗ്യന്മാരാകുകയാണ്. കാരണം എന്താ? പൗലോസിനെ തിരഞ്ഞെടുത്തത് യേശുക്രിസ്തുവാണ്, ന്യായവിധി നടത്തുന്നു യേശുക്രിസ്തുവാണ്. ഇപ്പോൾ പൗലോസിനെതിരെ ദൂഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെതിരെ ദൂഷ്യം പറയുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ തൻ്റെ കാലത്ത് നശിപ്പിച്ചു. ക്രിസ്തു ലോകത്തിന് നൽകിയ ആശയങ്ങളും ലോകത്തിന് വിഭാവനം ചെയ്ത ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും ഇവർ എതിർത്ത് നശിപ്പിക്കുകയാണ്. അപ്പോൾ അസൂയ എന്ന് പറയുന്ന സംഭവം സത്യദൈവത്തെ കൃത്യമായി അറിയാത്തിടത്തോളം കാലം, ആ മനുഷ്യനുള്ളിടത്തോളം കാലം, അവൻ്റെ തലമുറകളുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അസൂയ എന്ന് പറയുന്ന മാരക പാപം അത് ദൈവത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അസൂയയെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്നാണ് പറയുന്നത്? അസൂയയെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോഴാണ് കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും, സ്നേഹം നമ്മളിൽ വർദ്ധിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഫിലിപ്പിയർ ലേഖനം 1:15 ദൈവമക്കളെ അവിടെ പറയുന്ന ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുകയാണ്, ചിലർ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അസൂയയും മാത്സര്യവും കൊണ്ടാണ്. പൗലോസ് അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിലും അത് വലിയ മാരകമായ പാപമല്ലേ? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് പോലും പ്രസംഗകരുടെ ഇടയിൽ അസൂയയും മാത്സര്യവും ഒക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഫിലിപ്പിയർ ലേഖനം 1:15 ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു. ചിലർ എൻ്റെ ബന്ധനത്തിൽ കക്ഷിമാത്സര്യം മൂലം എനിക്ക് ദുഃഖം വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ പ്രസംഗിച്ച് സത്യത്തിൽ പൗലോസിനെ നിഷ്കാസനം ചെയ്യണം, പൗലോസിനെ ഇല്ലാതാക്കണമെന്നുള്ള കക്ഷിമാത്സര്യം കൊണ്ടും പ്രസംഗിക്കുന്നു. ഈ പ്രസംഗത്തിലൊക്കെ എന്താണ് ആത്മാർത്ഥത? ഈ പ്രസംഗത്തിലൊക്കെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും എന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ കാര്യമായ പ്രയോജനമൊന്നും ആളുകൾക്ക് കിട്ടുന്നില്ല. ഇനി പ്രസംഗിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഭാവിയിൽ കൂട്ടായ്മകൾ തകരുന്നു, സുവിശേഷകർക്ക് സുവിശേഷ പ്രസംഗം ഇല്ലാതെയാകുന്നു, എല്ലാവരും പ്രസംഗിച്ച് കിട്ടിയ അവനവന് കിട്ടിയ ധനം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കുന്നു. അപ്പം തകർന്നു പോകുന്ന അനുഭവങ്ങളിൽ നിന്ന് മാറണം. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലായിടത്തും കൂട്ടായ്മകൾ നിന്ന് വരികയാണ്, എല്ലാം പരസ്പര മാത്സര്യവും എല്ലാം പരസ്പര വിദ്വേഷങ്ങളും ഒക്കെ ചെയ്ത് പൗലോസിനെ പറഞ്ഞ് ഗലാത്യരോട് പറഞ്ഞതുപോലെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുന്ന അനുഭവം. എന്നിട്ട് നമ്മുടെ പ്രസംഗം പോലും സുവിശേഷ പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ ഭക്തികൃത്യങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് നമ്മളൊന്നും കൂടി തിരിച്ചറിയണം. 1 തിമോത്തി 6:4 അവൻ അഹങ്കാരിയും അജ്ഞനുമാണ്, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ് അവൻ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദങ്ങളും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. വ്യാജ പ്രബോധകന്മാരെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അഹങ്കാരിയാണ്, അജ്ഞനാണ്, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തർക്കിക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണ് അവൻ. അത് വാക്കുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ. ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു. നല്ലവരായിരിക്കുന്ന ആളുകളെ പോലും സംശയിക്കും. ഇത്തരം ആളുകളുടെ വാഗ്വാദങ്ങളും തർക്കങ്ങളും കാരണം കേൾക്കുന്ന 3-ാമത്തെ മധ്യസ്ഥൻ പറയുന്നത് അറിയുമോ?
രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാകും. രണ്ടു കൂട്ടരുടെയും ഭാഗത്ത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ കണ്ടു പടന്നു പോകുന്നവർ ചിലർ ചിന്തിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമില്ലാതെ ഇത്തരം ജനങ്ങൾ കൂടി ക്രൂശിക്കുമോ? അപ്പോൾ ഈ തർക്കവും ദുർവാസനയ്ക്കുമൊക്കെ ഉള്ള വിധേയനാകുന്നത് കൊണ്ട് അസൂയയും വഴക്കും അപവാദങ്ങളും ദുസ്സംശയങ്ങളൊക്കെ ഉണ്ടാകും. നല്ല സംശയമൊന്നുമല്ല, വെറുതെ എങ്ങനെ. അപ്പോൾ നീതിമാനെ പോലും പീഡിപ്പിക്കുന്ന, തെറ്റിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. തീത്തോസിൻ്റെ ലേഖനം 3:3 അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഹല്ലേലൂയ. ദൈവമേ നന്ദി. മൂഢന്മാരാണ്, അനുസരണമില്ലാത്തവരാണ്, തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. അസൂയയിൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നവരും. ഹല്ലേലൂയ. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 2:1. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും ഉപേക്ഷിക്കുവിൻ. ഹല്ലേലൂയ. ഉപേക്ഷിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? എല്ലാ തിന്മകളും, എല്ലാ വഞ്ചനയും, എല്ലാ കാപട്യവും, എല്ലാ വിധത്തിലുള്ള അസൂയയും ഉപേക്ഷിക്കുക. പ്രാർത്ഥിക്കാം നമുക്ക്. എല്ലാ പെട്ട തിന്മകളും നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ അങ്ങനെയുള്ള ആളുകൾ മൂഢന്മാരാണ്, അനുസരണമില്ലാത്തവരാണ്, തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരാണ്, പലതരം മോഹങ്ങൾക്ക് സുഖേച്ഛകൾക്കൊക്കെ അടിമപ്പെട്ടവരാണ്. നമ്മളുടെ വഴികളെ നമുക്ക് പരിശോധിക്കാം. പാട്ടുകാരൻ ഭക്തനിങ്ങനെ പാടി, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരനുഭവത്തിലാണോ നമ്മളെന്ന് പരിശോധിക്കാം. പത്രോസ്ലീഹ പറയുന്നു, നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാ തിന്മകളിൽ നിന്നും മോചനം നൽകാൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ നന്ദി. ദൈവമേ സ്തോത്രം. കർത്താവേ നന്ദി. കർത്താവേ സ്തോത്രം. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിച്ച് രക്ഷയിലേക്ക് വളർന്നു വരാൻ, രക്ഷയുടെ അനുഭവത്തിൽ പൂർണ്ണത പ്രാപിക്കുവാൻ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി, ആ വിശുദ്ധ വചനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ പാല് കുടിച്ച് ബലം പ്രാപിക്കുന്നത് പോലെ നിഷ്കളങ്കമായ പരിശുദ്ധമായ ദൈവവചനം കേട്ട് ധ്യാനിച്ച് അനുതാപത്തിലേക്ക് കടന്നു വന്ന് പാപങ്ങളെ ഉപേക്ഷിച്ച് നല്ല നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഇളം പൈതങ്ങളെപ്പോലെ വചനമാകുന്ന പാലിനു വേണ്ടി ആഗ്രഹിക്കുമെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹാലേലുയ, ഹാലേലുയ. കർത്താവെ നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ, ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. യേശുവേ, എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ യഥാർത്ഥ സാക്ഷ്യമുള്ളവരായി നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പ്രിയമുള്ളവരെ, അനേകരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പാപവശങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാൻ ഈ തിരുവചനം സഹായകരമാകുവാൻ തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി അനേകരിലേക്ക് ഇത് എത്തിക്കുവാൻ വേണ്ടിയുള്ള നിങ്ങളുടെ പ്രയത്നം ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.